കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. കുഞ്ഞേച്ചി ആയ വെച്ച് തരട്ടെ എന്റെ പാറുകുട്ടിക്ക്. വേണ്ട. അല്ലേ നീ എന്തിനാ ഈ ദോശ പിച്ച് പുറത്തോട്ടിട്ട് കളയണേ? കാക്കയ്ക്കാ? ആഹാ, എന്റെ കൊച്ചി ഈ പക്ഷിമൃഗാദികൾക്കൊക്കെ കൊടുത്തിട്ടാ കഴിക്കുള്ളൂ. അതിനെ സ്നേഹമുണ്ട്. ഓഹോ, അങ്ങനെ. നിങ്ങളൊന്ന് പോയേ, ശല്യപ്പെടുത്താനായിട്ട് വന്നോളൂ. ആ ഉണ്ടക്കണ്ണം വെച്ച് നോക്കണം, നോട്ടം കണ്ട്. ചേച്ചി ആശുപത്രി ഭയങ്കര കലിപ്പിലാണല്ലോ. നമുക്ക് നോക്കാം ഇത് അവിടെ വരെ പോകുന്നു. പിന്നല്ല ചേച്ചിയെ സൂക്ഷിച്ചോ, അവളെ നമ്മുടെ മുഴുവൻ സാധനം ചെലപ്പെടുത്ത് നശിപ്പിച്ചളയും. നീ കൊടുക്ക്, ഇരിക്കട്ടെ. പുസ്തകം നേരെ പിടിക്ക്. പുസ്തകോ? ABCDEFGH. നടക്കുവല്ലോ. അയ്യോ സോറി, പഠിച്ചോ? ട്രെയിൻ ട്രെയിൻ ഗോവേ കമ്മുകേ അന്നടെ ചിച്ചോങ്ങുസ്റ്റുബ്ലെ ട്രെയിൻ ട്രെയിൻ ഗോവേ. കേട്ടേടി എൻ്റെ മക്കൾ പഠിക്കണ്ട. എന്റെ കൊച്ചു നല്ല കുട്ടിയല്ലേ അല്ലേ? പാറുകുട്ടിക്ക് കുഞ്ഞേച്ചി പഠിപ്പിച്ചു തരട്ടെ. ആദ്യം ചേച്ചി പറഞ്ഞ പഠിക്കാൻ നോക്കും. അത് കറക്റ്റാണ്. ഞാൻ ഇനി ഒറ്റയ്ക്ക് പഠിച്ചോളാം. ഒറ്റയ്ക്ക് പഠിച്ചാലേ എക്സാമിന് വട്ടപ്പൂജയും കിട്ടും. ചേച്ചി എംബൈക്ക് പോയാൽ വട്ടപൂജ കിട്ടും. ഹലോ 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 ഹലോ, കൂടുതലൊന്നും ചിരിക്കൊന്നും വേണ്ട കേട്ടാ. അച്ഛ ഇത് കുറച്ച് ഓവറാച്ചാ. എൻ്റെ പൊന്നു മക്കളെ ഞാൻ ആലോചിക്കായിരുന്നു, സിദ്ധുവിന് ലക്ഷക്കണക്കിന് പൈസ വാങ്ങി MBAക്ക് പോയി തോറ്റ് പൊട്ടി പാളിഷായി തിരിച്ച് വരണ കാര്യം ഞാൻ ആലോചിക്കാതെ അത്ര ചിരിച്ചു പോയെന്നേ ഉള്ളൂ. അത്ര ആലോചിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ അച്ഛൻ എപ്പോഴും ഉള്ളതാ. എനിക്ക് നേരെ എന്തെങ്കിലും തിരിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചിരിയായിരിക്കും. ചിരി വന്നാ ചിരിക്കണ്ടേ പിന്നെ. എന്നെ പഠിക്കാൻ സമ്മതിക്കില്ലേ? കോമഡിയൊക്കെ അടുക്കള വെച്ച്. സോറി, ക്ഷമിക്കണം. എല്ലാരും പോയേ, പോ ചെല്ലു, കൊച്ചു പഠിക്കട്ടെ. അച്ഛൻ കാണ്ട് എൻ്റെ കുഞ്ഞാ പഠിക്കുന്ന കാണ്ട്. അയ്യോ ബെസ്റ്റ് കുഞ്ഞാവ. ട്രെയിൻ ട്രെയിൻ അവന് പരീക്ഷയില്ല അച്ഛാ, ഒന്നും കാണാനുള്ള ഭാഗ്യം ഇല്ലല്ലോ. അയ്യോ അച്ഛന്റെ കളക്ടർ ആവാനുള്ള ചെക്കനാണിത്. എന്നിട്ട് അച്ഛൻ എക്സാം എന്താണെന്ന് അറിയില്ല അച്ഛാ. എനിക്ക് എക്സാം അറിയേണ്ട കാര്യമില്ല, അവൻ കളക്ടറായി കണ്ടാ മതി. ലച്ചു ലച്ചു അല്ല ശിവ, നിന്റെ ഡ്രസ് എടുത്തോണ്ടോ? കേശുവിന്റെ അലക്കാനാണോ? കൊച്ചിന്റെ അങ്ങോട്ട് എടുത്തോ കേട്ടാ. അല്ല എന്റെ ഡ്രസ്സും. നിന്റെ ഡ്രസ് അല്ല എന്റെ ഡ്രസ്സും ചേട്ടന്റെ ഡ്രസ്സും ഞാൻ അലക്കിക്കോളാന്ന് പറയാ. ഓ എന്റെ ഡ്രസ്സൊക്കെ അലക്കിയാ? അലക്കി തേച്ച് വെച്ചിട്ടുണ്ട്. അലക്കി തേച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തേച്ചാ? നന്നായിട്ട് തേച്ചാന്ന് അടക്കി വെച്ചാന്ന്. അമ്മ ഇതിനെ ഈ ഉൾപ്പെടുത്തണ വന്നേക്കണ ഇപ്പൊ? ആര് കഴുകാൻ പോണ്? അതിന് നിനക്ക് കഴുകാൻ അറിയാമോ? അറിയാം. എങ്ങനെയാ? ആദ്യം ബക്കറ്റിന്റെ അവിടെ ഇരിക്കുന്ന പൊടി ഇടും, വെള്ളം ഒഴിച്ചിട്ട് അന്നേരം തുണി ഇടും. ഓ, എന്നിട്ട് പിന്നെ കൊറേ കഴിഞ്ഞിട്ട് നല്ല വെള്ളത്തിൽ കരിയെടുക്കും. സമ്മതിച്ചു. അമ്പോ ലച്ചുവിന് പോലും അറിയാത്ത കാര്യമാണ് എന്റെ കൊച്ചു പറഞ്ഞത്. എവിടെ പോണ്? പോട്ടെ, എന്ത് ചെയ്യുമെന്ന് അറിയാല്ലേ. പോട്ട്. ഓ എന്റെ പൊന്നോ, എനിക്ക് വയ്യതൊന്നും കാണാൻ. ഇതൊക്കെ കാണണം. കണ്ണാടി നോക്കി ഭംഗി നോക്കുന്നു.